ഹലോ, അങ്ങനെ നമ്മൾ ടിങ്കിളു ബേബിയായിട്ട് ഒരു കുട്ടി ട്രിപ്പ് പോവാണ് വാഗമണിലേക്ക്. എൻ്റെ ചോറൂണ് വ്ളോഗ് കണ്ടവർക്കറിയാം ഞാൻ ഇവരെ അവിടെ വെച്ച് പിരിയേണ്ടതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനും ഇവരുടെ കൂടെ വരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിലാണ് സ്റ്റേ ഒക്കെ ചെയ്തത്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് 1 hour ട്രാവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാഗമണിലേക്ക്. വാഗമണിൽ പ്രത്യേകിച്ച് കാണാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അവിടുത്തെ ആ ഒരു മഞ്ഞും തണുപ്പൊക്കെയാണ് അവിടുത്തെ ഒരു വൈബ്. പിന്നെ ഇവൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിലും ഇവനെന്താ പൊതിയാത്തതെന്ന്. ഗൈസ്, ഇവന് ഭയങ്കര ചൂടാണ്. ഇവന് തണുപ്പ് എത്ര വേണേലും സഹിക്കാം, പക്ഷേ ചൂട് ഒരിറ്റ് പോലും സഹിക്കാൻ പറ്റില്ല. മീൻസ് ഫാനൊന്ന് ഓഫ് ആകുമ്പോൾ തന്നെ ഇവൻ ഉറക്കത്തിലാണെങ്കിലും പെട്ടെന്ന് തന്നെ എണീക്കും. സോ അത്രയ്ക്ക് ചൂടാണ് ഗൈസ് ഇവന്. ചിലപ്പോൾ ഒരുപാട് മുടിയുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഇവൻ്റെ മുടിക്കുമുണ്ടല്ലോ ഒരുപാട് ഫാൻസ്. ഈ ടീത്തിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു കൈ എപ്പോഴും വായിൽ തന്നെ. പക്ഷെ അതൊരു ഭയങ്കര ക്യൂട്ട് ജെസ്റ്ററാണ്. ഞാനിങ്ങനെ എപ്പോഴും അത് കണ്ടിട്ടിങ്ങനെ ആസ്വദിക്കാറുണ്ട്. കാരണം ഈ ഒരു മൊമെൻറ്റ്സ് ഒന്നും ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റ് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വാഗമണിൽ അഡ്വെഞ്ചറസ് ആയിട്ട് ചെയ്യാനായിട്ട് സൈക്ലിങ്ങും ബോട്ടിങ്ങും പിന്നെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കാണാനായിട്ട്. പക്ഷെ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. സോ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല, അതൊക്കെ മിസ് ചെയ്ത്. പിന്നെ കുറേ അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ വാവേനെയും കൊണ്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിലോട്ടൊന്നും ഒരുപാട് ചിന്തിച്ചില്ല. സോ ഇവിടുത്തെ വ്യൂ കണ്ടാസ്വദിച്ച് ഇങ്ങ് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. ഇതേപോലത്തെ ഉള്ളിലോട്ടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ മാത്രമേ പിള്ളേർ ബോളൊക്കെ വെച്ച് കളിക്കുന്ന കാണാവൂ. നമ്മളുടെയൊക്കെ ചുറ്റുമുള്ള പിള്ളേരൊക്കെ ഫുൾ ടൈം ഫോണിലാണ്. പണ്ടൊക്കെ ഒരു ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കളിക്കാനൊക്കെ ഇറങ്ങും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്കൊരു ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദിവസവും സമയവും പോകുന്നത് അറിയത്തേയില്ല. എന്തല്ലേ, ഇതാ ഇപ്പം 1 മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത വർഷമാവാൻ പോവാണ്, 2025 ആവാൻ പോവാണ്. എന്തല്ലേ, പാണ്ടിപ്പട ഇറങ്ങിയിട്ട് 20 വർഷവും രോമാഞ്ചം ഇറങ്ങിയിട്ട് 2 വർഷവും ആവാറായി. കാലം പോകുന്നൊരു പോക്കേ. വയസ്സായി വരികയാണ് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങളിതാ പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓൾറെഡി നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളവിടെ നടന്നെത്തുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ വാവയ്ക്ക് ഈ ഹൈ റേഞ്ചൊക്കെ കയറുന്നുണ്ട്. എൻ്റെ ചെവി അടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം തപ്പി. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് പൈൻ ഫോറസ്റ്റ് എത്തിയപ്പോൾ നല്ല കൂരിരുട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഫ്ലാഷ് ഇട്ട് 2 ഫോട്ടോയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു. ഇവിടെ റോഡിൽ ഫുള്ള് പശുക്കളായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ ഒരു ഡയറി കോളേജ് എന്തോ ഉണ്ട്. അതെന്തിൻ്റെ കോളേജാണെന്ന് ഒരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം സൂക്ഷിച്ച് ഓടിക്കണം. കാരണം റോഡിൽ ഒരുപാട് പശുക്കളുണ്ട്. വെള്ളം തീർന്ന സ്പ്രൈറ്റ് എടുത്ത് അയക്കേണ്ടി വരും. വേറെ ഉണ്ട്, ഇത് തുറന്നു വീടുകളല്ലേ. എൻ്റെ വ്ളോഗിൽ വരും കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ ഇടുക്കി സ്പെഷ്യൽ ഇടിയിറച്ചി എന്ന് പറയുന്നത്. ഇതിന് 500 ഗ്രാമിന് 1400 രൂപയാണ്. പക്ഷേ ഈ റേറ്റ് അതിന് വേർത്തായിട്ടുള്ളത് തന്നെ നമുക്ക് കിട്ടുക. അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആരെങ്കിലും ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്യണം. ഇടുക്കി വരുമ്പം വാങ്ങാൻ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങണം. അല്ലാണ്ടുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അങ്ങനെ ഇതാ ഞാൻ വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് പിരിയാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്.
കാരണം ഇനി വാവയെ കാണണമെങ്കിൽ ഒരു 1-2 മാസമൊക്കെ കഴിയും കാണാനായിട്ട്. സോ ആ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഞാനിങ്ങനെ ഉമ്മ വെച്ച് അവനെ മണത്തൊക്കെ ഇരിക്കുകയാണ്. നല്ല അടിപൊളി മണമാണ്, തിന്നാൻ തോന്നുന്നൊരു സ്മെല്ലാണ് ഈ ബേബീസിന്. ഈ പൗഡറിൻ്റെയും ക്രീമിൻ്റെയും കൂടാണ്ട് അവരുടേതായ ഒരു മണ്ണുണ്ടാവുമല്ലോ, അതും അടിപൊളിയാണ്. അങ്ങനെ എന്താ പാലൊക്കെ കൊടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് കുറേ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ചിന്തിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എന്നെയും എൻ്റെ ടിങ്കിളു ബേബീനെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഷെയർ ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്നെ എൻ്റെ ടിങ്കിളു ബേബീനെ ഇഷ്ടമുള്ളവർ എന്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.